അതെ, നമ്മുടെ കീരമൺ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. എന്താണ് ഒരു ബദൽ സംഘമെന്ന് സംഘാടകർ സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും മറ്റേ സംഗമത്തിന്റെ മറുപടിയാണെന്ന് തോന്നുന്നില്ല. മറുപടിയല്ല, വിശ്വാസികളുടെ കൂട്ടായ്മ. ശരിക്കും പറഞ്ഞു, എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അയ്യപ്പന്റെ വിഷയമാണ്, വിശ്വാസികളുടെ വിഷയമാണ്. തത്വമസി അത് നീ തന്നെ നല്ല. സ്വാഭാവികമായിട്ട് മന്ത്രിമാരോ തന്ത്രിമാരോ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരോ ഒന്നുമല്ല, അയ്യപ്പനാണ് ഏറ്റവും വലിയ ആൾ. മനസ്സിന് വല്ലതും ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല, ഭഗവാന്റെ അനുഗ്രഹമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് അയ്യപ്പനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൾക്കാർ പറഞ്ഞ് എങ്ങനെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അയ്യപ്പനാണ് നമ്മുടെ എല്ലാം. അതുകൊണ്ട് തന്നെ കുറെ കൂടെ ഒരു വീണ്ടും വിചാരം നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവർക്കും വരേണ്ടതാണ്, എല്ലാ നേതാക്കന്മാർക്കും വരേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇത് ഏത് പാർട്ടി, ഭഗവാൻ എന്തു പാർട്ടിയാണ്, ഭഗവാനെ ഇതെല്ലാം ഭഗവാന്റെ മുമ്പിൽ ഒന്നുമല്ലല്ലോ. അത് അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിലേ ഞാൻ പറയുന്നത്, ഓരോ രാഷ്ട്രീയം അവരെന്തുവേണേ ആയിക്കോട്ടെ, പക്ഷേ അയ്യപ്പനെ മാർത്ത് അല്ലെങ്കിൽ ഈശ്വരന്മാരെന്ന് പറയുന്ന സങ്കല്പം നമ്മൾക്ക് വകതിരി ഉണ്ടാവാൻ വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിൽ അത് നീ തന്നെ എന്നല്ലേ പറഞ്ഞു, തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീ തന്നെ. നിന്റെ മുഖ്യമന്ത്രി വേദിയിൽ അന്ന് പറഞ്ഞു, ഭഗവത്ഗീതയിലെ വചനങ്ങൾ ഉദ്ഘോഷിച്ചു, ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. അത് നല്ല കാര്യം, അവിടെ കൊണ്ട് എത്തിക്കുന്നത്. ഇതിന്റെ ഒരു കുഴപ്പം എന്താ അറിയോ, അയ്യപ്പനെ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ വില കുറച്ച് കാണും, നമുക്ക് അദ്ദേഹത്തിന് വിരോധമൊന്നുമില്ല. പക്ഷെ അദ്ദേഹവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഞാൻ പറഞ്ഞു, ഈ അയ്യപ്പ സംഗമം എന്നുള്ളതിനോട് വിരോധമല്ല. അയ്യപ്പ സംഗമം വേണമെങ്കിൽ എന്റെ എറണാകുളത്ത് വെച്ച് ചെയ്യാം, ഈ പർപ്പസ് ആണെങ്കിൽ, ഈ ആൾക്കാരെ കൂട്ടായി സാമ്പത്തിക സ്വരൂപമൊക്കെ ആണെങ്കിൽ അത് പമ്പ വെച്ച് വേണമെന്നൊന്നുമില്ല. ഇത് അവർക്ക് അവിടെ ഈ അയ്യപ്പന്റെ അവിടെ ശബരിമല ഇത്ര എക്സ്പെൻസീവ് അല്ലേ അത്. ഇത് എറണാകുളത്തൊക്കെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ചെയ്തൂടെ. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു സങ്കല്പം, വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യർ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസികൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടത്, അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണ്. അപ്പൊ അതിനെ തള്ളി പറയാൻ പാടില്ല ഒരിക്കലും. അതിപ്പോ ഏത് തന്ത്രി പറഞ്ഞാലും മന്ത്രി പറഞ്ഞാലും, നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്ന അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് അവരൊന്നും ഒരിക്കലും അത് പറയാനും പാടില്ല. എന്തുകൊണ്ടാണ് ഈ അവിടുത്തെ സംഗമത്തിൽ ആള് കുറവ് എന്നുള്ള വാർത്തകളൊക്കെ വന്നു? ഇവിടെ ഇപ്പൊ പുറത്തു തന്നെ നിൽക്കുകയാണ് ആളുകൾ, ഉള്ളിൽ കയറാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾക്ക്? അല്ല, മനസ്സിലാവുന്നില്ല. വിശ്വാസികൾക്ക് വിശ്വാസം ഉറപ്പിക്കല്ലേ ചെയ്തത്, അവർക്കൊരു വേദനിക്കുന്നു ഇങ്ങനൊക്കെ കാണിക്കുമ്പോ. അല്ല, ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോഴേ ഈ അയ്യപ്പന് ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു വിവാദം കണ്ടുകൊണ്ട് ഞാൻ പറയാം, അല്ല അവർ തള്ളി പറഞ്ഞല്ല. അതല്ല വേണ്ടത്, ഭക്തിയാണ് വേണ്ടത്. വെറുതെ ഭക്തി ഷോ കാണിക്കാനുള്ളതല്ല, മനസ്സിലുള്ളതല്ല. അടുത്ത വിരോധമുണ്ടായിരുന്ന പിണറായി വിജയനും വഴിക്ക് വരുന്നുള്ളതാണോ മനസ്സിലാക്കി? വന്നിരിക്കും. പിണറായി വിജയനുള്ള വിരോധമല്ല, അയ്യപ്പനെതിരായിട്ട് ആര് പറഞ്ഞാലും അതാണ് സത്യം. നമുക്ക് അയ്യപ്പനെതിരായിട്ട് പറയുന്നവൻ അവനവനെ തന്നെ പറയുന്നുള്ള സത്യം. കാരണം അത് പറയുന്ന അവിടെ സത്യം പറഞ്ഞാൽ അത് ഹിന്ദുമത ക്ഷേത്രം തന്നെ. പക്ഷേ അവിടെ എല്ലാവർക്കും വരാവുന്ന കേന്ദ്രമാണ്. ഇപ്പൊ ചെല്ലു ധരിച്ചു വെച്ചേക്കുന്ന ഇത് മതസൗഹാർദ്ദത്തിന്റെ അതൊക്കെ മതസൗഹാർദ്ദം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഹിന്ദുമത ക്ഷേത്രമാണ് അത് നമുക്കറിഞ്ഞൂടെ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതും, ശ്രീനാരായണ ഗുരുദേവൻ എല്ലാം ഒന്നല്ലേ പറഞ്ഞു, എല്ലാവരും ഒന്നാന്നല്ലേ പറഞ്ഞു. ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതും ശിവനെയും വിഷ്ണുവിനെയൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഏത് മതത്തിനും ഈ ഏകത്വം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും, അല്ലാണ്ട് അവർക്കാർക്കും അബദ്ധം പറ്റിയൊന്നുമല്ല. ആചാരാനുഷ്ഠാനങ്ങൾ ഒരു ഹിന്ദു മതത്തിന്റെ തന്നെയാണ്. അതില് മറ്റൊരു വാദം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശരിയല്ല. അവിടെ പൂജ കഴിക്കുന്ന, ഞങ്ങൾ ഇവിടെ പൂജ കഴിക്കുന്ന പോലെ ആധാരശക്തിയുമോ മൂലപ്രത്യയമോ അതല്ല, അത് വേറെ മന്ത്രമൊന്നുമല്ല. അവിടെ ചെയ്യുന്നതൊക്കെ ഹിന്ദുവിന്റെ ക്ഷേത്രാചാര സങ്കല്പങ്ങളാണ്, അല്ലാണ്ട് വേറെ പുതിയ മന്ത്രങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഉറക്കേണ്ടത്, ഒരിക്കലും ഹിന്ദുമതമോ ക്രൈസ്തവനോ മുസൽമാനോ ഒരു മതത്തെയും ഒരു വ്യക്തിയെയും എതിർക്കുന്നില്ല. അവരുടെ വിശ്വാസമാണത്, അല്ലാണ്ട് അതിന് എല്ലാം ശരിയാണെന്നേ. അവസാനം ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് തെളിയും. അതല്ലേ അവിടെ പറയുന്നത്. 8-ാം നൂറ്റാണ്ട് ജീവിച്ച ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ അദ്വൈതമാണ് പറഞ്ഞത്, രണ്ടില്ല ഒന്നേ ഉള്ളെന്നാണ് പറഞ്ഞത്. അത് തന്നെ ഞങ്ങൾ എപ്പോഴും പറയാം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നല്ലേ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സിനെ ആത്മാവിനെ അത് പറയുന്നത്. അഹം ബ്രഹ്മാസ്മി എന്നല്ലേ. അതുകൊണ്ടാണ് ഈ സന്യാസിമാരൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നാം എന്നാ പറയുന്നത്. അത് അഹങ്കാരം കൊണ്ടല്ല പറയുന്നത്, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള സങ്കല്പം. അതുകൊണ്ട് തന്നെ എന്റെ ഒരു അഭിപ്രായം, ഈ അയ്യപ്പൻ അറിയാതെ പോലും എതിരൊന്നും കയറി പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പനെ തൊടാൻ നിൽക്കുക വേണ്ട, ഇല്ലെങ്കിൽ വെറുതെ അത് വലിയ കുഴപ്പമാകും. കാരണം അടിപൊളി ഭക്തരായ സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും. ഇത് കഴിഞ്ഞ ദിവസം സർക്കാർ സ്പോൺസേഡ് നടത്തിയ സംഗമത്തെക്കുറിച്ച് വിശ്വാസികൾക്കുണ്ടായ ആശങ്കയാണ് ഇന്ന് ആരും ക്ഷണിക്കാതെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് ഈ വിശ്വാസ സംഗമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ആ സംഗമത്തിന് എത്രയായിരം ആളുകൾ എത്തും എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അന്തരീക്ഷമാണുള്ളത്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു അങ്ങേയറ്റ സന്തോഷമുണ്ട്. ശക്തമായിട്ട് വിശ്വാസികൾക്ക് ആത്മവിശ്വാസം പകരുന്ന വിശ്വാസ സംഗമമാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കൂട്ടത്തെ കാണിച്ചാൽ അത് തന്നെയാണ് അവസ്ഥ. മുകളിലാണ് പരിപാടി നടക്കുന്നത്, ഹോളിലാണ്. പക്ഷെ ആളുകൾ അവിടെ ഇരിക്കാൻ പറ്റാതെ ആള് നിറഞ്ഞതാണ്. അത് രാവിലെ നമ്മൾ കണ്ടതാണ്. നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെയും നിറയെ ആളുകളാണ്. അതായത് നേരത്തെ അക്കീരമൺ ചൂണ്ടിക്കാണിച്ച പോലെ അയ്യപ്പനെ തൊടണ്ട എന്ന് പറയുന്ന ഒരു വികാരമാണ് ഫലത്തിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ശബരിമല നാമജപ ഘോഷയാത്രയൊക്കെ ബന്ധപ്പെട്ട് അത്രയധികം ആൾത്തിരക്കുണ്ടാകാനും ഈ ഒരു വികാരത്തെ തൊടുന്നു എന്ന് കാണുന്ന സമയത്താണ് പലപ്പോഴും ആൾക്കൂട്ടം വലിയ നിലയിൽ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ SCR കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അപ്പുറത്ത് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഇതിനകം തന്നെ ആളുകളെ കൊണ്ട് സീറ്റുകളിൽ നിറഞ്ഞിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക് ഇപ്പോഴും തുടരുന്ന കാഴ്ച തന്നെയാണുള്ളത്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കം ആളുകളെ ക്ഷണിച്ചിരുന്നു, അവരും എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുള്ള ആളുകളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. എന്തായാലും സജിത്ത്, അല്പസമയം കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ സെമിനാറുകൾ തുടരുകയാണ്. അല്പസമയം കൂടി കഴിഞ്ഞാൽ ഈ സെമിനാറുകൾ അവസാനിക്കും. അതിനുശേഷം ഇവിടെ ഉച്ചഭക്ഷണം ഈ എത്തിയ പ്രതിനിധികൾക്കുണ്ട്. അതിനുശേഷമാണ് സമ്മേളനത്തിലേക്ക് പോകുന്നത്. നാമജപ ഘോഷയാത്രയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ അല്ലാതെ ആളുകൾ നാമജപ ഘോഷയാത്രയൊക്കെ